എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. കമ്പനിയുടെ പേര് ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഗൾഫിലായിരുന്നു, സ്റ്റീൽ ഫാബ്രിക്കേഷൻ്റെ. അതിന് മുന്നേ ബോംബെയിലായിരുന്നു, സ്റ്റീൽ ഫാബ്രിക്കേഷൻ്റെ പണി തന്നെയായിരുന്നു. ബോംബെയിൽ ഞാൻ താനയിൽ വാഗള സ്റ്റേറ്റിൽ, ബോംബെയിലൊരു 5 വർഷം. അതെ ബോംബെയിൽ നിന്ന് ഗൾഫിൽ. ആദ്യകാലത്ത് എല്ലാവരും ബോംബെക്കാണ് ആദ്യം പോവുക, പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഗൾഫിലേക്കുള്ളൊരു തുറന്നു കിട്ടാറുണ്ട്. അങ്ങനെ തന്നെയാണോ? അതെ. അതുകാലം ബോംബെക്കാണ് പോയിട്ട് അവിടെ നിന്ന് വർക്കൊക്കെ ഒന്ന് പഠിച്ചിട്ട് 5 കൊല്ലം നിന്നു. അതിന് ശേഷം ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ ഞാൻ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, സൗദി അറേബ്യയിൽ ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഒരു 12 വർഷം. ഗൾഫ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇത് സ്റ്റീലിനോടനുബന്ധിച്ചിട്ടുള്ള വർക്ക് തന്നെയാണല്ലോ. അതെ, അവിടെ സ്റ്റീൽ പൈപ്പ് ലൈനിൻ്റെയും സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ്റെ ഫർട്ടിലൈസറിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കായിരുന്നു. 12 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ 1-2 വ്യക്തികൾ പറഞ്ഞു, ഇവിടെ നമ്മളിപ്പോൾ നാട്ടിലൊരു അങ്ങനെ സ്റ്റീൽ ഫർണിച്ചറിൻ്റെ അലമാര, സ്റ്റീൽ അലമാര എങ്ങനെ ഉണ്ടാക്കിയ ഉള്ളൊരു കമ്പനി തുടങ്ങിയാൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങാൻ കാരണം. കമ്പനി ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇവിടെ ഞാൻ സ്റ്റീൽ അലമാര, സ്റ്റീൽ കട്ടിൽ, സ്റ്റീൽ ടേബിള്, സ്റ്റീൽ ചെയറുകൾ, പിന്നെ സ്കൂളിലേക്കുള്ള സ്റ്റീൽ ഡെസ്ക്, സ്റ്റീൽ ബെഞ്ചുകൾ, അങ്ങനെ സ്റ്റീലിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഫർണിച്ചറും ചെയ്യുന്നുണ്ട്. പാലക്കാട് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റമേഴ്സ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷൻ വരുമ്പോൾ വില നന്നായിട്ട് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. മെറ്റീരിയൽ ടാറ്റയുടെ MS ഷീറ്റാണ് എടുക്കൽ. പല സൈസും ഉണ്ട്. ഇതിൽ 0.8 ഉണ്ട്, 18 ഗേജ് ഉണ്ട്, 22 ഗേജ് ഉണ്ട്, 20 ഗേജ് ഉണ്ട്, 16 ഗേജ് ഉണ്ട്, 24 ഗേജ് ഉണ്ട്. അങ്ങനെ ഓരോരോ തിക്നെസ്സിലാണ് എടുക്കൽ. ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ കസ്റ്റമേഴ്സ് വന്നിട്ട് തിക്നെസ് കൂടിയത് വേണമെന്ന് പറയുമ്പോൾ അതിലുണ്ടാക്കും, കുറഞ്ഞത് വേണം എന്ന് പറയുമ്പോൾ കുറഞ്ഞതിലുണ്ടാക്കി കൊടുക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി കൃഷിപ്പണിയായിരുന്നു. അച്ഛനും അമ്മയും കൃഷിപ്പണിയിലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ പോയി അങ്ങനെ കഴിഞ്ഞപ്പോൾ നേരെ ബോംബെക്ക് സ്ഥലം വിട്ടതാണ്. അങ്ങനെ അവിടെ പോയിട്ട് വർക്കൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ശരിയായതാണ്. അപ്പോൾ നെയ്ബർ ഉണ്ടായിരുന്നു, വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ കറപ്പിലാണ് പോയത്. അതെ, അയാളുടെ കമ്പനി തന്നെയായിരുന്നു ജോലി എടുത്തിരുന്നത്. അല്ലല്ല, ഞാൻ അവിടെ ഒരു കൊല്ലം 1.5 കൊല്ലം പണിയെടുത്തിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് നാസിക്കിൽ ഒരു വർഷം പണിയെടുത്തു. പിന്നെ വീണ്ടും ബോംബെയിലേക്ക് വന്നു. പിന്നെ ബോംബെയിൽ അവിടെ അങ്ങനെ ഒരു വർഷത്തെ കൂടി പണിയെടുത്തിട്ട് അങ്ങനെ ഗൾഫിൽ ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ വരികയത്. മാരേജ് എൻ്റെ വന്നിട്ട് ഗൾഫിലുള്ള സമയത്ത് 86-ൽ. എനിക്കിപ്പോൾ 2 മക്കളാണ്. മകളെ മൂത്തത് മകള് മാരേജ് ചെയ്ത് കൊടുത്തു, മക്കളായി. മകനിപ്പോൾ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ ഫാമിലി സപ്പോർട്ടുണ്ട്. പക്ഷെ അവർ ഈ വർക്കിനോടനുബന്ധിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ എനിക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ പൈസയുടെ കാര്യം എന്തെങ്കിലും ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. ഇതിലിപ്പോൾ നമ്മൾ സൈസ് പറഞ്ഞാൽ 6.5 അടി ഹൈറ്റ്, 3 അടി വീതിയുള്ളത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ 5 അടി വീതി വേണം, അത് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഏത് വിധത്തിൽ വേണം ആ വിധത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 അടി വീതിയിലും 6.5 അടി ഹൈറ്റിലും ഒരു 4 ഡോറിൽ 2 ഡോറിൽ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ സാധനം ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടായതല്ല, ചിലപ്പോൾ ഓർഡർ വന്നാൽ ഉടനെ ചെയ്ത് കൊടുക്കും. ഓർഡറിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സ്റ്റീലിൻ്റെ അല്ലാണ്ട് ഇപ്പോൾ ഇതിൽ ഓർഡർ വന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇത് MS സ്റ്റീലാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഫർണിച്ചറിൻ്റെ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറയുമ്പോൾ അത് കുറച്ചും കൂടി ഗ്രേഡ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ വരുമ്പോൾ അതും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ റേറ്റ് കൂടും അതിന് സ്റ്റെയിൻലെസ് സ്റ്റീലാകുമ്പോൾ. ഇങ്ങനത്തെ കമ്പനി നമ്മൾ കുറച്ച് ആലോചിച്ചിട്ട് വേണം തുടങ്ങാൻ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓർഡറെല്ലാം കുറച്ച് മുമ്പേത്തമാർ അത്ര ഓർഡർ വരുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഓർഡർ പ്രത്യേകിച്ച് പിടിക്കാനുള്ള ആൾക്കാർ വേണം.
കിട്ടുന്നുള്ളൊരു ഉറപ്പ് വേണം, എന്നിട്ടേ തുറക്കാൻ പാടുള്ളൂ. ഫർണിച്ചർ ഓർഡർ എടുക്കാറുണ്ട്. പക്ഷേ ഈ കൊറോണയുടെ അവിടെ നിന്ന് കണ്ട് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ കടകളിലും കച്ചവടം കുറവാണ്. ഈ സ്റ്റീൽ ഐറ്റംസിൻ്റെ കാൽമറങ്ങളിലെ കടകളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇതിപ്പോൾ എനിക്ക് ഏജും കൂടി വരികയാണ്. ഇനിയിപ്പോൾ എന്താണ് ഇതിനെ നിലനിൽക്കാണ്ട് ഇപ്പോൾ എത്ര അതുവരെ കൊണ്ടുപോകാന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. ചെയർ സ്റ്റീലിൻ്റെ ചെയർ ഉണ്ടാക്കുന്നുണ്ട്. ബെഞ്ച് ഡെസ്ക് ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഞ്ച് ഡെസ്ക്, പത്തിരിപ്പാല സ്കൂളിലേക്ക് ബെഞ്ച് ഡെസ്ക് കുറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസ് ധാരാളം വരാറുണ്ട്. റീപെയിൻറ്റിങ്, പിന്നെ റിപ്പയറിങ് വർക്ക്സ്, അങ്ങനെ എല്ലാറ്റിനും സ്റ്റീലിൻ്റെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. ഗൾഫിൽ എന്ന് പറയുമ്പോൾ ഗൾഫിൽ 10 വർഷം 15 വർഷം പോയത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കിവിടെ ഒന്ന് നിൽക്കാൻ പറ്റിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കമ്പനി സ്ഥലവും സ്വന്തമായി തന്നെ അവിടുത്തെ ഒരു സമ്പാദ്യം കൊണ്ടാണ്. പിന്നെ ഞാനൊരു വീട് വെച്ചു. ഇതിൻ്റെ കാരണം ഉണ്ടായത് ഗൾഫിലെ സമ്പാദ്യം കൊണ്ടാണ്. കുടുംബത്തിനൊക്കെ വന്ന് സഹായിക്കാൻ പറ്റിയതും എല്ലാം. ഇത്ര വർഷം എക്സ്പീരിയൻസ് വെച്ചിട്ട് നന്ദി എന്ന് പറയുന്നത് ഫസ്റ്റിൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഇവിടുന്ന് ബോംബെക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഗോപാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാളാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയതും അയാളുടെ കമ്പനിയിൽ പണിക്ക് വെച്ചതും പണി പഠിച്ചതെല്ലാം ഞാൻ അവിടെ നിന്നാണ്. അയാളാണ് എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളത്. നമ്മുടെ ഗുരുസ്ഥാനത്താണ് മൂപ്പരിയ്ക്കുന്നത്. ഇത് നമ്മുടെ മണ്ണൂർ കൈമകുന്നത്ത് കാവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മണ്ണൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം.